നമ്പേഴ്സ് വിത്ത് ഷോർട്ട് വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ചെറിയ നമ്മുടെ എക്കണോമിക് ടേംസ്, ഫൈനാൻഷ്യൽ ടേംസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അത് ഡെഫിനറ്റ്ലി അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, സോ ദറ്റ് എല്ലാവർക്കും അതിനെപ്പറ്റിയൊരു ഒരു ജനറൽ അവയർനെസ്, വിവരം ഉണ്ടാകട്ടെ എന്നുള്ളതിൻ്റെയാണ്. എനിവേ, അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് നോക്കുന്നത് ഈ ഇൻഫ്ലേഷൻ പറഞ്ഞു, സ്റ്റാഗ്ഫ്ലേഷൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ചില റെഗുലറായിട്ട് നമ്മൾ ഈ എക്കണോമിക് സ്ഫിയറിൽ കേൾക്കുന്ന വാർത്തകളെ പറ്റിയൊക്കെയാണ്. പിന്നെ നമുക്ക് നോക്കേണ്ടത് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്. പലപ്പോഴും കേൾക്കുന്നതാണ് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്. നമുക്കറിയാം ഒരു ഇൻഫ്ലേഷൻ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനെ നാണ്യപ്പെരുപ്പമെന്നോ അല്ലെങ്കിൽ വിലക്കയറ്റമെന്നോ ഒക്കെ പറയുന്ന ഒരു പ്രതിഭാസമാണത്. അതിൽ ഈ വിലക്കയറ്റത്തിനും നമുക്ക് കിട്ടുന്ന പലിശയും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. അതാണ് ആക്ച്വലി നമുക്ക് കിട്ടുന്ന സേവിങ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു റിപ്പോ റേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഇത് 6.5% ആണെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ ഇന്ന് കണക്കാക്കപ്പെടുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 5% ആണ്. അപ്പോൾ ആക്ച്വൽ പോസിറ്റീവ് ഗ്രോത്ത് എന്ന് പറയുന്നത് 1.5% ആണ് നമ്മുടെ ഒരു റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പം നാണ്യപ്പെരുപ്പം കഴിഞ്ഞു, അല്ലെങ്കിൽ വിലക്കയറ്റം കഴിഞ്ഞു, ഇൻഫ്ലേഷൻ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന, അപ്പം പല രാഷ്ട്രങ്ങളിലും പല ഈ ഡെവലപ്ഡ് കൺട്രീസിലും ആക്ച്വലി ഇത് നടക്കാറില്ല. ഇൻഫ്ലേഷൻ ഇല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇൻട്രസ്റ്റ് റേറ്റ്സ് വളരെ കുറവായിട്ടുള്ള സമയത്ത്, അല്ലെങ്കിൽ ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു എക്കോണമിയിൽ ഈ പറയുന്ന ഒരു റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ക്ലോസ് ടു 0 ആയിരിക്കും. നമുക്കറിയാം ഈ അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളിലൊക്കെ വളരെ കുറച്ച് ഇൻട്രസ്റ്റ്. അതുകൊണ്ടാണ് ഇത് പറയുന്ന അവരുടെ പണവും മറ്റുമൊക്കെ ബോണ്ടിലും മ്യൂച്വൽ ഫണ്ടിലും ഇക്വിറ്റീസിലും ഒക്കെ പോയത്. നമ്മൾ അത്രയും അങ്ങോട്ട് മെച്യൂർ ആയിട്ടില്ല. പക്ഷേ ഈ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. താങ്ക് യു.